ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചികരമായൊരു കോവയ്ക്ക തീയൽ ഉണ്ടാക്കിയാലോ. അതിന് നമ്മുടെ കോവലിൽ നിന്ന് തന്നെ കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നാലോ. ഇപ്പം മഴയൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി നിൽക്കുകയാണ്. രണ്ട് കിലോ കോവയ്ക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 10 മതി തീയൽ വയ്ക്കാൻ. ഇനി നമുക്ക് തീയലിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി ചിരകിയത്, നല്ല വിളഞ്ഞ് പഴുത്ത തേങ്ങ തന്നെ എടുക്കണം തീയലിന്. 2 ചെറുള്ളി അരിഞ്ഞത്, 2-3 എരിവുള്ള വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 10 മണി ഉലുവ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ചീനച്ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവരുത്. ഈ ഒരു രീതിയിൽ വേണം വറുത്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ ചീനച്ചട്ടിയിൽ തന്നെ വെക്കേണ്ട, കോരി മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ള പുളിയും കൂടി വെള്ളത്തിലിട്ട് വയ്ക്കാം. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളകും 2 ചെറുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 200 ഗ്രാം ചെറുള്ളി കഴുകി വൃത്തിയാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം 2-3 പച്ചമുളക് കീറിയത് കൂടി ഇടാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം പൊടിയിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം. പുളിയൊന്നും അധികം കൂടിപ്പോകരുത്. തീയലിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം തുറന്നു നോക്കാം. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക തീയൽ റെഡിയായിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ.